തയ്യാർ ചെയ്യപ്പെട്ടത്. വലിയ കുപ്പി 100 രൂപ, ചെറിയ കുപ്പി 50 രൂപ. വില തുച്ഛം, ഗുണം മെച്ചം. ഓർമ്മ ഗുളികകൾ, ഓർമ്മ ഗുളികകൾ. ഓർമ്മിക്കാൻ ഗുളികകൾ, ഓമന ഗുളികകൾ. മന്ത്രമല്ല മായമല്ല ഓർമ്മ ഗുളികകൾ. ഓർമ്മിക്കാൻ ഗുളികകൾ, ഓമന ഗുളികകൾ. മടിക്കാതെ വാങ്ങൂ, മടിക്കാതെ വാങ്ങൂ. ഹലോ, മടിക്കാതെ വാങ്ങൂ. ചേട്ടാ, ഹലോ. ചേട്ടാ. നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷന് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ദുബായ് വ്യോമപാത ഭാഗികമായി തുറന്നു. കേരളത്തിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിക്കുന്നു. ഗൾഫ് നാടുകളിലും യുദ്ധഭീതി. ദോഹയിലും അബുദാബിയിലും ശക്തമായ സ്ഫോടനങ്ങൾ. 6 പേർക്ക് പരിക്ക്. യുദ്ധക്കനലിൽ ഹോർമൂസ് കടലിടുക്ക്. മലയാളികളടക്കം 23,000 ഇന്ത്യൻ കപ്പൽ ജീവനക്കാർ നടുക്കടലിൽ കുടുങ്ങി. ഡൽഹി റിദാലയിൽ വൻ തീപിടുത്തം. 100-ലധികം കുടിലുകൾ കത്തി നശിച്ചു. 1 മരണം. ഹോളി ആഘോഷത്തിനിടെ ചായം തെറിപ്പിച്ചത് ഇഷ്ടമായില്ല. 4 വയസ്സുകാരന്റെ ദേഹത്ത് മുത്തശ്ശി ചൂടുവെള്ളം ഒഴിച്ചു. വീണ്ടും ആ ഇരുണ്ടക്കാലമോ? പത്രം കണ്ടവർ ഞെട്ടി. പേജ് മറിച്ചപ്പോൾ ആശ്വാസം. എങ്ങും ചർച്ചയായി. വിശദമായ വാർത്തകളിലേക്ക് പോകാം. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന UAE വ്യോമപാത ഭാഗികമായി തുറന്നു. ഇതോടെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും അൽമക്തും വിമാനത്താവളത്തിൽ നിന്നും നിയന്ത്രിത തോതിൽ വിമാന സർവീസുകൾ ആരംഭിച്ചു. ദിവസങ്ങളായി മുടങ്ങിക്കിടന്ന കേരളത്തിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിച്ചത് പ്രവാസികൾക്ക് വലിയ ആശ്വാസമായി. കൊച്ചി, കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് ഇന്ന് വിവിധ സർവീസുകൾ ഷെഡ്യൂൾ ചെയ്തിരുന്നു. കൊച്ചിയിൽ നിന്ന് ദുബായ്, ഷാർജ, റിയാദ് എന്നിവിടങ്ങളിലേക്ക് 9 വിമാനങ്ങളാണ് ഇന്ന് പുറപ്പെട്ടത്. ഷാർജയിൽ നിന്നുള്ള എയർ അറേബ്യ വിമാനം വൈകിട്ട് കൊച്ചിയിലെത്തി. കോഴിക്കോട് വിമാനത്താവളത്തിൽ ഷാർജ, മസ്കറ്റ്, ദുബായ് എന്നിവിടങ്ങളിൽ നിന്ന് 5 വിമാനങ്ങളാണ് ഇന്ന് എത്തിച്ചേർന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് എമിറേറ്റ്സ് ഇന്ന് പുലർച്ചെ ദുബായ് സർവീസ് നടത്തിയിരുന്നു. എമിറേറ്റ്സ് എയർലൈൻസ് മാർച്ച് 7 വരെ തങ്ങളുടെ ഭൂരിഭാഗം ഷെഡ്യൂൾ സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ടെങ്കിലും കുടുങ്ങി കിടക്കുന്ന യാത്രക്കാരെ എത്തിക്കുന്നതിനായി പ്രത്യേക സർവീസുകൾ നടത്തുന്നുണ്ട്. ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ് തുടങ്ങിയ ഇന്ത്യൻ വിമാന കമ്പനികളും ഭാഗികമായി സർവീസ് പുനരാരംഭിച്ചു. അതേസമയം വിമാനത്താവളങ്ങളിൽ എത്തുന്നതിന് മുൻപ് യാത്രക്കാർ വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് സമയം ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. കൺഫേം ചെയ്ത ടിക്കറ്റ് ഇല്ലാത്തവർ വിമാനത്താവളത്തിലേക്ക് വരരുത്. യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ വ്യോമപാതയിലെ നിയന്ത്രണങ്ങൾ തുടരുകയാണ്. ഇതിനാൽ വിമാനങ്ങൾ വഴിതിരിച്ചു വിടുന്നതിനും യാത്രാ സമയത്തിൽ മാറ്റം വരാനും സാധ്യതയുണ്ട്. ദുബായിൽ കുടുങ്ങിയ പ്രവാസികൾക്ക് വിസ കാലാവധി കഴിഞ്ഞാലും പിഴ ഈടാക്കില്ലെന്ന് UAE അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 500-ലേറെ പുതിയ തസ്തികകൾ ആരോഗ്യ വകുപ്പിലും PSCയിലും ജുഡീഷ്യറിലുമായി 523 പുതിയ തസ്തികകൾ സൃഷ്ടിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. സ്പോർട്സ് കോട്ട നിയമനങ്ങളിൽ വിപ്ലവകരമായ പരിഷ്കരണം കൊണ്ടുവരുന്നതിനൊപ്പം വിവിധ മേഖലകളിലെ ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണവും ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചു. താൽക്കാലിക തസ്തികകളില്ലാത്ത 436 ഗ്രാമപഞ്ചായത്തുകളിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് തസ്തികകൾ സൃഷ്ടിക്കും. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. ജോയിൻറ്റ് സെക്രട്ടറി മുതൽ സെക്യൂരിറ്റി ഗാർഡ് വരെ വിവിധ വിഭാഗങ്ങളായി 35 പുതിയ തസ്തികകൾ അനുവദിച്ചു. കോടതി നടപടികൾ വേഗത്തിലാക്കാൻ ജൂനിയർ സൂപ്രണ്ട്, ബെഞ്ച് ക്ലർക്ക് ഉൾപ്പെടെ 52 തസ്തികകൾ കൂടി സൃഷ്ടിച്ചു. 2020-24 കാലയളവിലെ സ്പോർട്സ് കോട്ട നിയമനത്തിന് 240 ഒഴിവുകളിലേക്ക് ഉടൻ അപേക്ഷ ക്ഷണിക്കും. ഖോലോ, ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ്, അന്താരാഷ്ട്ര ചാമ്പ്യൻഷിപ്പുകൾ എന്നിവ കൂടി യോഗ്യതയായി പരിഗണിക്കും. ഉത്തേജക മരുന്ന് വിവാദത്തിൽ ഉൾപ്പെട്ടവർക്ക് ശിക്ഷ കാലയളവിന് ശേഷം മറ്റ് നേതൃത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നിയമനത്തിന് അർഹത ഉണ്ടാകുമെന്ന ഭേദഗതിയും വരുത്തി. കേരള ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ജീവനക്കാർക്ക് 11ാം ശമ്പള പരിഷ്കരണവും LBS എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകർക്ക് AICTE 7ാം ശമ്പള പരിഷ്കരണവും അനുവദിച്ചു. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിലെ സ്ഥിരം ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം 58 നിന്ന് 60 വയസ്സായി ഉയർത്തി. സൂപ്പർ ന്യൂമറി തസ്തികകൾ ജോലി ചെയ്യവേ മരിക്കുന്നവരുടെ ആശ്രിതർക്ക് ജോലി നൽകാൻ തീരുമാനിച്ചു. മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിന് എയ്ഡഡ് പദവി നൽകും. സിവിൽ സർവീസ് കോർപ്പറേഷന് കടമെടുപ്പ് പരിധി 2500 കോടിയിൽ നിന്ന് 3500 കോടിയായി ഉയർത്തി. വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി ജർമ്മനിയിലെ KfW ബാങ്കിൽ നിന്ന് വായ്പ സ്വീകരിക്കും. പത്തനംതിട്ട ആവണിപ്പാറ ട്രൈബൽ കോളനി പാലം
2.19 കോടി, കാസർഗോഡ് മനോപാലം 22.11 കോടി എന്നിവയുടെ നിർമ്മാണത്തിന് ഭരണ അനുമതി നൽകി. PSCക്ക് ഒഴിവ് റിപ്പോർട്ട് ചെയ്യാൻ വൈകിയതിനാൽ അവസരം നഷ്ടപ്പെട്ട ഭിന്നശേഷിക്കാരായ PS സൈജുവിന് എറണാകുളം ജില്ലയിൽ LD ക്ലർക്കായി നിയമനം നൽകാനും മാനുഷിക പരിഗണന വെച്ച് മന്ത്രിസഭ തീരുമാനിച്ചു. ഹോളി ആഘോഷത്തിനിടെ കളർ വിതറിയ 4 വയസ്സുകാരനോട് മുത്തശ്ശിയുടെ കൊടും ക്രൂരത. ആഘോഷത്തിനിടെ തന്റെ നേർക്ക് ചായം കലർത്തിയ വെള്ളം തെറിപ്പിച്ചത് ഇഷ്ടപ്പെടാത്ത മുത്തശ്ശി കൊച്ചുമകന്റെ ദേഹത്ത് ചൂടുവെള്ളം ഒഴിച്ചു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് സംഭവം. ഗുരുതരമായി പരിക്കേറ്റ കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഹോളി ദിനത്തിൽ വീടിന് പുറത്ത് നിറം ചീറ്റുന്ന കുപ്പിയുമായി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടി ബക്കറ്റ് നിറയെ ചൂടുവെള്ളവുമായി റോഡിലൂടെ പോകുകയായിരുന്ന മുത്തശ്ശിയുടെ നേർക്ക് കുട്ടി വെള്ളം ചീറ്റിയും പ്രകോപിതയായ അവർ കയ്യിലുണ്ടായിരുന്ന ചൂടുവെള്ളം കുട്ടിയുടെ ദേഹത്തേക്ക് ഒഴിക്കുകയായിരുന്നു. പൊള്ളലിന്റെ വേദനയിൽ കുട്ടി നിലവിളിച്ച് കരയുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഓം ഹരീഷ് വാങ്കെ എന്ന കുഞ്ഞാണ് ക്രൂരതയ്ക്കിടയായത്. സിന്ധു തക്കേറയാണ് കുട്ടിയുടെ മേൽ ചൂടുവെള്ളം ഒഴിച്ചത്. അരയ്ക്ക് താഴെ ഗുരുതരമായ പരിക്കേറ്റ ഓമിനെ നാഗ്പൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുട്ടിക്ക് 45% പൊള്ളലേറ്റിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഡൽഹി റിദാലയിൽ വൻ തീപിടുത്തം, 100-ലധികം കുടിലുകൾ കത്തിനശിച്ചു, 1 മരണം. ഡൽഹിയിലെ റിദാല മേഖലയിൽ വ്യാഴാഴ്ച പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ 17 വയസ്സുള്ള പെൺകുട്ടി കൊല്ലപ്പെട്ടു. 100ഓളം കുടിലുകൾ കത്തിനശിച്ചു. പുലർച്ചെ 4:15 തീപിടുത്തത്തെ കുറിച്ച് അഗ്നിരക്ഷാ സേനയ്ക്ക് വിവരമെത്തിയത്. തീ നിയന്ത്രണ വിധേയമാക്കിയ ശേഷം നടത്തിയ തിരച്ചിലിൽ പൊള്ളലേറ്റു മരിച്ച നിലയിൽ പെൺകുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. ചേരിയിൽ അടുത്തടുത്ത നിലയിൽ കുടിലുകൾ സ്ഥാപിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ തീ വേഗത്തിൽ പടർന്നു. ഡൽഹി അഗ്നിരക്ഷാ സേനയുടെ 18 ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തി 6:30യോടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. അഗ്നിരക്ഷാ സേനയ്ക്കൊപ്പം പോലീസും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിരുന്നു. ബീഹാർ, ബംഗാൾ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള കുടിയേറ്റ തൊഴിലാളികളുടെ താമസ സ്ഥലമാണ് ഇവിടം. സമീപത്തുള്ള ഫാക്ടറികളിലും കെട്ടിട നിർമ്മാണ രംഗത്തും ചെറിയ കടകളിലുമായാണ് ഇവരെല്ലാം ജോലി ചെയ്തിരുന്നത്. തീപിടുത്തത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു. പശ്ചിമേഷ്യയിൽ ഇറാൻ-ഇസ്രയേൽ യുദ്ധം കൊടുമ്പിരികൊള്ളുന്നതിനിടെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതയായ ഹോർമുസ് കടലിടുക്കിൽ 10,000-കണക്കിന് ഇന്ത്യൻ കപ്പൽ ജീവനക്കാർ കുടുങ്ങിക്കിടക്കുന്നു. മലയാളികളടക്കം ഏകദേശം 23,000 ഇന്ത്യൻ ജീവനക്കാരാണ് നിലവിൽ മേഖലയിലെ വിവിധ ചരക്കു കപ്പലുകളിലായി നടുക്കടലിൽ കുടുങ്ങിയിരിക്കുന്നത്. ഹോർമുസ് കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ആക്രമണമുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഇവരുടെ സുരക്ഷയെക്കുറിച്ച് വൻ ആശങ്കയാണ് ഉയർന്നത്. ഇറാൻ പരമോന്നത നേതാവിന്റെ വധത്തിന് പിന്നാലെ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാൻ സൈന്യം ഏറ്റെടുത്തിരുന്നു. ഇതിന് പിന്നാലെ മേഖലയിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾ ലക്ഷ്യമിട്ട് മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ പതിവായതോടെയാണ് ചരക്കു ഗതാഗതം തടസ്സപ്പെട്ടത്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ 20% കടന്നുപോകുന്ന ഈ പാതയിൽ കപ്പലുകൾ നങ്കൂരമിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മാൾട്ടയുടെ പതാക വഹിച്ച കപ്പലടക്കം 4 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു. കപ്പലുകൾ നീങ്ങാൻ കഴിയാതെ വരികയും യാത്ര തടസ്സപ്പെടുകയും ചെയ്തതോടെ പലയിടത്തും ശുദ്ധജലത്തിനും ഭക്ഷണത്തിനും ക്ഷാമം നേരിടുന്നുണ്ട്. മേഖലയിൽ ഇലക്ട്രോണിക് ജാമിങ്ങും മറ്റും നടക്കുന്നതിനാൽ പല കപ്പലുകളുമായും ബന്ധപ്പെടാൻ പ്രയാസം നേരിടുന്നുണ്ടെന്ന് ഷിപ്പിംഗ് ഏജൻസികൾ പറയുന്നു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും ഷിപ്പിംഗ് മന്ത്രാലയവും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. കപ്പൽ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇറാൻ, ഒമാൻ, UAE അധികൃതരുമായി ഇന്ത്യ നിരന്തരം ചർച്ചകൾ നടത്തുന്നുണ്ട്. യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ഇന്ത്യൻ കപ്പലുകൾക്കും ജീവനക്കാർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. കുടുങ്ങിക്കിടക്കുന്നവരിൽ വലിയൊരു വിഭാഗം മലയാളികളാണെന്നത് കേരളത്തിലും ആശങ്കയുണ്ടാക്കുന്നു. ജീവനക്കാരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് വിവിധ പ്രവാസി സംഘടനകൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഗൾഫ് നാടുകളിലും യുദ്ധഭീതി. ദോഹയിലും അബുദാബിയിലും ശക്തമായ സ്ഫോടനങ്ങൾ, 6 പേർക്ക് പരിക്ക്. പശ്ചിമേഷ്യയിൽ ഇറാൻ-ഇസ്രയേൽ സംഘർഷം
കടുക്കുന്നതിനിടെ ഖത്തർ UAE തലസ്ഥാനങ്ങളിൽ ശക്തമായ സ്ഫോടനങ്ങൾ. വ്യാഴാഴ്ച പുലർച്ചെ ദോഹയ്ക്ക് മുകളിലും അബുദാബിയിലുമാണ് സ്ഫോടന ശബ്ദങ്ങൾ കേട്ടത്. അബുദാബിയിൽ ഡ്രോൺ ആക്രമണത്തെ തുടർന്നുണ്ടായ അവശിഷ്ടങ്ങൾ പതിച്ച് 6 പേർക്ക് പരിക്കേറ്റു. ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധ സംവിധാനങ്ങൾ വഴി തടയുന്നതിനിടെയാണ് സ്ഫോടനങ്ങൾ ഉണ്ടായതെന്ന് അധികൃതർ വ്യക്തമാക്കി. അബുദാബിയിലെ ജനവാസ മേഖലയിലാണ് ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ചത്. പരിക്കേറ്റവരിൽ ഒരു സ്ത്രീയും കുട്ടിയും ഉൾപ്പെടുന്നു. ഇവരെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ഫോടനത്തെ തുടർന്ന് കെട്ടിടങ്ങൾക്ക് നേരിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ദോഹയിലെ അൽ ഉദൈദ് US സൈനിക താവളത്തിന് നേരെയും മിസൈൽ ആക്രമണ ശ്രമം ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. ദോഹയിൽ നടന്നത് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ഇടപെടലാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഖത്തർ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ മേഖലയിലെ US ഇസ്രായേൽ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തുന്ന പ്രത്യാക്രമണങ്ങളുടെ ഭാഗമാണിത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദുബായ്, അബുദാബി, ദോഹ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടിരിക്കുകയാണ്. വ്യോമപാതകൾ അടച്ചതോടെ കേരളത്തിലേക്ക് അടക്കമുള്ള വിമാന സർവീസുകൾ മുടങ്ങിയിരിക്കുകയാണ്. UAEയുടെയും ഖത്തറിന്റെയും ഔദ്യോഗിക വാർത്താ ഏജൻസികൾ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശിച്ചു. വ്യാജ വാർത്തകളിൽ വിശ്വസിക്കരുതെന്നും ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം ശ്രദ്ധിക്കണമെന്നും അബുദാബി മീഡിയ ഓഫീസ് അറിയിച്ചു. ഗൾഫ് നാടുകളിൽ യുദ്ധഭീതി പടരുന്നതോടെ പ്രവാസി മലയാളികളും വലിയ ആശങ്കയിലാണ്. വീണ്ടും ആ ഇരുണ്ട കാലമോ? പത്രം കണ്ടവർ ഞെട്ടി. പേജ് മറച്ചപ്പോൾ ആശ്വാസം. എങ്ങും ചർച്ചയായി പരസ്യം. ഇന്ന് രാവിലെ പത്രം നിവർത്തിയ മലയാളികൾക്ക് ഒന്നും അമ്പരന്നു, പിന്നെ ഞെട്ടി. കേരളത്തിലെ പ്രമുഖ മലയാളം ഇംഗ്ലീഷ് പത്രങ്ങളുടെ എല്ലാം 1-ാം പേജിലെ വാർത്തകൾ കണ്ടവർ 10 വർഷം പിന്നിലേക്ക് പോയെന്ന് കരുതിയാൽ തെറ്റു പറയാനാകില്ല. ഇന്നു മുതൽ ലോഡ് ഷെഡിംഗ്. KSRTC പൂട്ടലിന്റെ വക്കിൽ. 40% സ്കൂളുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. പെൻഷനുകൾ മുടങ്ങിയിട്ട് 18 മാസം. ട്രഷറി കാലി. ഇങ്ങനെ പോയി വാർത്താ തലക്കെട്ടുകൾ. തങ്ങളുടെ കയ്യിലിരിക്കുന്നത് പഴയ പത്രമാണോ എന്ന് സംശയിച്ച് പലരും തീയതി നോക്കി ഉറപ്പുവരുത്തി. എന്നാൽ ഈ അമ്പരപ്പ് അധിക നേരം നീണ്ടുനിന്നില്ല. പത്രത്തിന്റെ ഒരു പേജ് മറിച്ചതോടെ ചിത്രം മാറി. അവിടെ തെളിഞ്ഞത് കേരളത്തിന്റെ പുരോഗതിയുടെ നേർചിത്രമാണ്. പവർക്കെട്ടില്ലാത്ത 10 വർഷങ്ങൾ. ശമ്പളവും ക്ഷേമവും മുടങ്ങാത്ത കേരളം. ലാഭത്തിലേറി KSRTC. പുതുശോഭയിൽ പൊതുവിദ്യാഭ്യാസം. മുടങ്ങാതെ പെൻഷൻ. കൈനിറയെ ക്ഷേമം. ഇങ്ങനെ വികസനത്തിന്റെയും അതിജീവനത്തിന്റെയും ശുഭവാർത്തകളുമായിരുന്നു 2-ാം പേജിൽ. പ്രതീകാത്മക രൂപകൽപ്പന എന്ന പേജിൽ കൃത്യമായി രേഖപ്പെടുത്തിയാണ് പത്രങ്ങൾ വിഷയം അവതരിപ്പിച്ചത്. മറവി ബാധിച്ച മനുഷ്യർക്ക് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് എന്നാണ് പത്രപരസ്യം കണ്ട സോഷ്യൽ മീഡിയയിൽ ചിലർ കുറിച്ചത്. PRDയുടെ പുതിയ പരീക്ഷണങ്ങളാണ് അഭിനന്ദനാർഹമാണ്. ടെലിവിഷൻ മാധ്യമങ്ങളും പത്രപരസ്യവും ഏറ്റുപിടിച്ചതോടെ കേരളം വീണ്ടും 10 വർഷം മുമ്പുള്ള ആ ഇരുണ്ട കാലത്തോട് ചർച്ച ചെയ്തു തുടങ്ങി. അടിസ്ഥാന വികസനത്തിൽ അന്ന് കേരളം എത്രമാത്രം പിന്നിലായിരുന്നുവെന്നും ജനങ്ങളെയാകെ ഓർമ്മിപ്പിക്കുന്നു. വലതുപക്ഷ മാധ്യമങ്ങളെ ഉപയോഗിച്ചും വൻതോതിൽ പണം മുടക്കി PR ഏജൻസികളെ നിയോഗിച്ചും ദുർഭരണകാലത്തെ മറച്ചുവെക്കാനും LDFനെതിരെ വ്യാജ പ്രചരണം നടത്തണമെന്ന് UDF ശ്രമിച്ചിരുന്നു. ഓരോ സർക്കാരുകളുടെയും ഭരണവും വികസന പ്രവർത്തനങ്ങളും ജനങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. മാറ്റം തുടങ്ങുന്നതും അവിടെ നിന്നാണ്. വർഗീയതയും അഴിമതിയും ജനവിരുദ്ധ നയങ്ങളും മാത്രം നിറഞ്ഞ UDF ഭരണം 2016-ൽ ജനരോക്ഷത്തിന്റെ പെരുമഴയിൽ കടപുഴകി. സർവ്വ മേഖലയിലും തകർന്നു കിടന്ന കേരളത്തെ LDF സർക്കാരാണ് കൈപിടിച്ചുയർത്തിയത്. പിന്നീട് 2021-ൽ ചരിത്രമെഴുതിയ തുടർഭരണത്തിലൂടെ LDFൽ മലയാളികൾ വിശ്വാസം ഊട്ടിയുറപ്പിച്ചു. വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ സമാനതകളില്ലാത്ത മുന്നേറ്റം സൃഷ്ടിച്ച LDF സർക്കാർ ലോകത്തിനാകെ മാതൃകയാകുന്ന അനവധി പദ്ധതികളിലൂടെ കേരളത്തെ നമ്പർ 1 ആക്കി. ആ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ ജനപക്ഷ സർക്കാർ അടുത്ത തങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുന്നു. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലോ. ഒരു ദശാബ്ദത്തിനപ്പുറം ഇപ്പുറവുമില്ല ഭരണ നേട്ടങ്ങൾ ചർച്ച ചെയ്യാൻ പരസ്യം വഴിതെളിച്ചു. ഗുണം മെച്ചം. ഓർമ്മ ഗുളികകൾ, ഓർമ്മ ഗുളികകൾ. ഓർമ്മിക്കാൻ ഗുളികകൾ, ഓമന ഗുളികകൾ. മന്ത്രമല്ല മായമല്ല ഓർമ്മ ഗുളികകൾ. ഓർമ്മിക്കാൻ ഗുളികകൾ, ഓമന ഗുളികകൾ. മടിക്കാതെ വാങ്ങൂ, മടിക്കാതെ വാങ്ങൂ. ഹലോ, മടിക്കാതെ വാങ്ങൂ. ചേട്ടാ, ഹലോ. ആ
ചേട്ടാ ഞങ്ങളൊരു പ്രചരണ ജാഥ വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് ഒരു അരമണിക്കൂർ സമയം, സാധാരണ ഒരു 2 മിനിറ്റ് നമ്മുടെ മനുഷ്യരെ സംബന്ധിച്ചതേ വിളിച്ചു കൂട്ടിയ ആൾക്കാരിടയ്ക്ക് വന്നിട്ട് ഒരു 2 മിനിറ്റ് നമ്മുടെ വൈദ്യുതല്ല ചേട്ടാ. നിങ്ങളൊക്കെ വലിയ ഓഫീസർമാർ, നമ്മൾ ഇതുകൊണ്ട് കഞ്ഞി കുടിച്ചു പോകേണ്ട ആൾക്കാരല്ലേ. 2 മിനിറ്റ്. പ്രിയമുള്ളവരെ, ആയുർവേദ വിധി പ്രകാരം തയ്യാർ ചെയ്യപ്പെട്ട ഓർമ്മ ഗുളികൾ പാർശ്വഫലങ്ങൾ തീരെയില്ല. ആയുർവേദ വിധി പ്രകാരം തയ്യാർ ചെയ്യപ്പെട്ടു സ്മൃതിനാശം വന്നുപോകുന്ന കേരളീയ സമൂഹത്തിനെ ആശ്വാസവർത്തകയുമായി ഞങ്ങൾ ഓർമ്മ ഗുളികകൾ പാർശ്വഫലങ്ങളില്ല. ചെറിയ കുപ്പി 50 രൂപ, വലിയ കുപ്പി 100 രൂപ. ആർക്കും വാങ്ങാം, ആർക്കും വരാം. മടിക്കാതെ കടന്നു വരും ചേട്ടാ. ഒരു ഗുളിക കഴിയും, നിങ്ങളുടെ പഴയകാല ഓർമ്മകൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നിങ്ങൾ സാധാരണ കണ്ണട വെച്ചത് മറന്നു പോകാറുണ്ടോ? കണ്ണട നോക്കി നടക്കാറില്ലേ? ഉണ്ട് അല്ലേ? ഓക്കെ. നിങ്ങൾ വാഹനത്തിന്റെ താക്കോൽ അവിടെ വെച്ച് മറന്നതുപോലെ നിങ്ങൾക്ക് തോന്നാറില്ലേ? ഉണ്ട് ചേട്ടാ. നിങ്ങൾ മറവി യോഗത്തിന്റെ പിടിയിലാണ്. നിങ്ങളുടെ പേര് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? നിങ്ങളുടെ അച്ഛന്റെ പേര് ഓർമ്മ വരുന്നുണ്ടോ? സുഹൃത്തെ, ചേട്ടാ, ഒരു ഗുളിക കഴിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ പഴയകാല ഓർമ്മകളെല്ലാം തിരിച്ചു കിട്ടും. പേര് പറയും. നിങ്ങളുടെ പേര് ഓർമ്മ വരുന്നില്ലേ? പറയും. നിങ്ങളുടെ പേര് നമ്മുടെ ഗുളിക പ്രവർത്തിച്ചു തുടങ്ങി. പ്രിയമുള്ളവരെ, നോക്കൂ, നമ്മുടെ ഓർമ്മ ഗുളികകൾ പ്രവർത്തിച്ചു തുടങ്ങി. നിങ്ങളുടെ അച്ഛന്റെ പേര് പറയും. കുമാരൻ. ഓർമ്മകൾ തിരിച്ചു വന്നു തുടങ്ങി. നിങ്ങളുടെ ഓർമ്മകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഓർമ്മ ഗുളികകൾ ആയുർവേദ വിധി പ്രകാരം ആർക്കും കഴിക്കാം. പാർശ്വഫലങ്ങൾ തീരെയില്ല. പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നില്ലേ? 1 മാസം മുൻപ് നടന്ന കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നില്ലേ? 5 കൊല്ലം മുൻപ് നടന്ന കാര്യങ്ങൾ ഓർമ്മയില്ലേ? വരുന്നില്ലേ? യെസ് കൂട്ടരെ, ഓർമ്മ ഗുളികൾ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ഓർമ്മ വരുന്നുണ്ട്. നമ്മുടെ പ്രിയ സുഹൃത്തെ, ഓർത്തു നോക്കൂ. 10 വർഷം മുമ്പത്തെ കാര്യങ്ങൾ. 10 വർഷം മുമ്പ് കേരളം എങ്ങനെയായിരുന്നു? ഒന്ന് ഓർത്തു നോക്കൂ. റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഓർമ്മ വരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, പട്ടി വെട്ടിക്കിടന്ന പള്ളിക്കൂടങ്ങൾ ഓർമ്മ വരുന്നില്ലേ? ഫോട്ടോസ്റ്റാറ്റ് കോപ്പികൾ കൊണ്ട് പഠിക്കാൻ വിധിക്കപ്പെട്ട വിദ്യാർത്ഥി സമൂഹം ഓർമ്മ വരുന്നില്ലേ? യെസ്, ഇതാണ് ഈ ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ഓർമ്മ ഗുളികകൾ കഴിക്കും. 10 കൊല്ലം കൊണ്ട് കേരളം ആർജിച്ചെടുത്ത നേട്ടങ്ങൾ ഓർമ്മകളിൽ ഉണ്ടായിരിക്കണം. ഓർമ്മ ഗുളികകൾ നമ്മൾ മണികുയർത്തി മണ്ണിൽ തനിമയുടെ പുതിയൊരിടം ക്ഷേമമരുതും തെളിവായി ദിനവും വളരും പ്രിയ കേരളം. എന്തൊക്കെ പറഞ്ഞാലും കേരളം തന്നെയാണ് നല്ലത്. നോക്കടാ, റോഡുകളൊക്കെ സൂപ്പർ അല്ലേ? സൂപ്പർ ഡ്യൂപ്പർ റോഡുകൾ. സൂപ്പർ തന്നെയാടാ. ഒരു കാര്യം സത്യ, ഇതൊന്നും തള്ളല്ല കേട്ടോ, ശരിക്കും ഉള്ളതില്ല. പിന്നെന്താ, മലയോര ഹൈവേ നോക്കടാ, എന്താ രസം. ഇവിടെ നിന്നൊക്കെ താഴോട്ട് നോക്കുമ്പോ എന്താ അതിന്റെയൊക്കെ ഒരു അടിപൊളി. ഈ നോക്കടാ ഇട റോഡുകൾ നോക്കടാ, അത് സൂപ്പർ തന്നെ കേട്ടോ. സൂപ്പർ തന്നെയാ, ഗംഭീരം. സത്യം പറഞ്ഞാലേ ഈ കാഴ്ച കാണുമ്പോ മനുഷ്യന്റെ മൂടങ്ങ് പോവുക. അതെങ്ങനെയാ മൂട് പോവാതിരിക്ക? 10 വർഷം കൈറ്റ് വല്ല കിട്ടിയിട്ടില്ലല്ലോ. 10 പൈസ നോക്കത്തില്ല, എന്റെ മൂട് പോവാതിരിക്കോ? ഇത്തവണ കൂടി കിട്ടിയില്ലെങ്കിലേ വനവാസം തന്നെ ഗതി. നീ ആ കരിനാക്ക് വളർത്തൊന്ന് പറയാം. എനിക്ക് ആലോചിക്കുമ്പോ തന്നെ പേടിയാ. എനിക്കോ? എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങളെ മനസ്സിന്ന് ഇവരെ എങ്ങനെയാണോ താഴെ ഇറക്കുക? എനിക്ക് ഇവന്മാരെ കണ്ണിനെ കണ്ടുകൂടാ. ഭയങ്കര വെറുപ്പാ എനിക്കും. എന്നാലും സത്യം പറയണല്ലോ അടിയ, അവര് പറഞ്ഞതുപോലെ ചെയ്യും. അതല്ലേ പ്രശ്നം. തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ എന്തൊക്കെ പറയാറുണ്ട്? ആന തരും, ചേന തരും, കൊട്ടാരം തരും, അങ്ങനെയൊക്കെ പറയും. അതൊക്കെ നടപ്പാക്കാനില്ല. അല്ലാണ്ട് എന്റെ നേതാവ് ഒരിക്കൽ പറഞ്ഞിരുന്നു, തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ ആരെങ്കിലും പാലിക്കാറുണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ അത് വിചാരിച്ച ഇതിന്റെ അകത്ത് വന്നു തന്നെ. പക്ഷെ തെരഞ്ഞെടുപ്പിലെ ഇവര് നോക്ക്, പറഞ്ഞ മുഴുവൻ വാഗ്ദാനങ്ങളും പാലിച്ച്. അത് നമ്മളെ പോലുള്ള പൊതുപ്രവർത്തകർക്ക് ജനങ്ങൾ മുഖത്ത് നോക്കാൻ പറ്റോ? പറ്റൂല. നോക്കടാ ദേശീയപാത നോക്കടാ, കണ്ടില്ലേ? അതങ്ങനെ നീണ്ടു നിവർന്ന് നിക്കല്ലേ. എന്റെ അമ്മോ. പക്ഷേ ദേശീയപാതയ്ക്ക് വേറെ കാര്യമുണ്ട്. എന്ത്?
നമ്മൾ എന്ത് നമ്മളല്ലേ കാസർഗോഡ് മുതൽ പാറശാല പാറശാല വരെ എന്താക്കി പാറ- എന്ത് ചെയ്യണം ബോർഡാണത് പാറശാല വരെ എടാ ദേശീയപാത മണ്ണാകട്ട ഓഫീസും കൂട്ടി നമ്മളൊക്കെ പോയതാ അത് തന്നെ ഏയ് ഒന്നുമില്ല ഒന്നുമില്ല ഞങ്ങള് സ്നേഹത്തല്ലേ ആ സ്നേഹത്തള്ളു ഓ വൈകിട്ട് അവിടെ ഓ ഒരൊറ്റ കുത്താൻ ചേർത്ത് കേട്ടാ ആളുകൾക്കൊക്കെയാ പറയേ അതെ ഗെയിൽ പൈപ്പില് പവർ ഹൈവേ മലയോര ഹൈവേ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വാട്ടർ മെട്രോ ഡിജിറ്റൽ സർവകലാശാല എല്ലാം നമ്മൾ മുടക്കാൻ നോക്കി. ഒക്കെ അവര് നടപ്പിലാക്കി. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്ത് ചെയ്യാൻ? കണ്ടിരിക്കാൻ. എന്താ ചെയ്യേനി? എന്ത് ചെയ്യാൻ? കഷ്ടം. ഓർമ്മ ഗുളികകൾ, ഓർമ്മ ഗുളികകൾ, ഓർമ്മിക്കാൻ ഗുളികകൾ, ഓമന ഗുളികകൾ. നിങ്ങൾക്ക് ഓർമ്മ ഗുളികകൾ കഴിക്കാവുന്നതാണ്. കാരണം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ല. കുറെ കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ഓർമ്മ വരാനുണ്ട്. നമ്മളുടെ ഓർമ്മ ഗുളികകൾ കഴിക്കൂ. തീർച്ചയായും പൂർണ്ണമായും ആയുർവേദ വിധിപ്രകാരം തയ്യാർ ചെയ്യപ്പെട്ട ഓർമ്മ ഗുളികകൾ കഴിക്കൂ. സ്വകാര്യ ആശുപത്രികളെ അസൂയപ്പെടുത്തുന്ന വിധത്തിൽ വളർന്ന സർക്കാർ ആശുപത്രികൾ, കേഫോ, ലോക നിലവാരത്തിലുള്ള വിദ്യാലയങ്ങൾ, ആർദ്രം പദ്ധതി, സ്റ്റാർട്ടപ്പുകൾ, ലൈഫ് ഭവന പദ്ധതി, വയനാട് തുരങ്കപാത, ഇടവൻ വൈദ്യുത ഇടനാഴി, സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ. ഇനിയും ഗുളിക കഴിച്ചാൽ എല്ലാം ഓർമ്മ വരും. ഓർമ്മ ഗുളികകൾ പാർശ്വഫലങ്ങളില്ല. കാണാം, സാധാരണ പാർശ്വഫലങ്ങളില്ല. പക്ഷെ ചിലർക്ക് ഈ ഗുളിക പാർശ്വഫലങ്ങൾ ഉണ്ടാക്കിയേക്കാം. വയറെരിക്കൽ, പൊളിഞ്ഞത് കെട്ടൻ, ചൊറിച്ചൽ, കൈകൾ തരിപ്പ്, കൈകൾ കഴപ്പ്. ചിലർക്കെങ്കിലും ഈ ചെറിയ രൂപത്തിലുള്ള പാർശ്വഫലങ്ങൾ കാണാറുണ്ട്. നോക്കൂ, ഓർത്തു നോക്കൂ. കണ്ണുകടി, അസൂയ, ഇത്തരം പാർശ്വഫലങ്ങൾ ചിലർക്കെങ്കിലും കാണാവുന്നതാണ്. ചിലർക്കെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടാകും. പാർശ്വഫലങ്ങളില്ലാത്ത ഗുളികകൾ കഴിക്കും. നിങ്ങൾ ഗുളിക കഴിച്ചാൽ പല പല കാര്യങ്ങളും ഓർമ്മ വരും. ജനക്ഷേമകരമായ എത്രയോ പദ്ധതികൾ. സ്മൃതിനാശം സംഭവിക്കുന്നവർക്കായി, മറവി രോഗം ബാധിച്ചവർക്കായി, അഭിനയിക്കുന്നവർക്കായി ഓർമ്മ ഗുളികകൾ, ഓർമ്മ ഗുളികകൾ, ഓർമ്മ ഗുളികകൾ, ഓർമ്മ ഗുളികകൾ. പ്രിയപ്പെട്ടവരെ, കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ കലാജാഥ നിങ്ങളെ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. എണ്ണമറ്റ ദുരന്തങ്ങളിൽ നാം വിറങ്ങലിച്ചു പോയപ്പോഴും, അടിക്കടി വന്ന മാറാവ്യാധികൾ നമ്മെ കണ്ണീർ കടലിൽ ആഴ്ത്തിയപ്പോഴും കേരളം ഒരൊറ്റ മനസ്സായി ഉടലായി നിന്ന് ധീരമായി ഉയർത്തെഴുന്നേറ്റു. എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും കൊട്ടിയടച്ച് നമ്മെ വരിഞ്ഞു കിട്ടിയിട്ടും അതിജീവനത്തിന്റെ കരുത്തുകൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം നാം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്നു. അസൂയാവഹമായ ഈ ചരിത്രഗാഥയെ പെരുന്നുണകൾ കൊണ്ട് മറയ്ക്കുന്ന ചിത്രസ്വരൂപങ്ങൾക്കെതിരെ ഒരോർമ്മപ്പെടുത്തലുമായാണ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇത്തവണ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നത്. ഒരു തെരുവ് നാടകത്തിലൂടെ കേരളത്തിന്റെ 10 വർഷക്കാലത്തെ വളർച്ചയെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഓഫീസേഴ്സ് അസോസിയേഷൻ. ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ചവിട്ടി ചവിട്ടി മനുഷ്യന്റെ നടു ഒടിഞ്ഞു. എനിക്ക് ഊച്ചരംഗത്തെ കുതിപ്പിന്റെ നേരി ജനങ്ങളുമായി സംബന്ധിച്ച് വൈദ്യുത കലാജാഥ. ഊർജ്ജരംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങളെ ജനമനസ്സിലെത്തിച്ച് കലാകാരന്മാർ KCB ഓഫീസേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിലാണ് കേരളം കൈവരിച്ച നേട്ടങ്ങൾ ജനങ്ങളുമായി സംവദിക്കുന്നത്. 10 വർഷക്കാലം പവർക്കട്ടില്ലാതെ കേരളം സൃഷ്ടിക്കുന്നതിൽ കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കാനും ബാക്കിയുള്ളത് യഥാസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങി വിതരണം ചെയ്യുന്നതിൽ വൈദ്യുതി ബോർഡ് നടത്തിയ ഇടപെടൽ, 10 ദിവസം മുന്നേ കേരളം ഇരുട്ടിലായ കഥ, ഇതൊക്കെയാണ് കലാകാരന്മാർ സംവദിക്കുന്നത്. വടക്കൻ മേഖല ജാഥയ്ക്ക് കണ്ണൂർ ജില്ലയിൽ ഊഷ്മള വരവേൽപ്പ് നൽകി. ഇരിട്ടി, പാനൂർ എന്നിവിടങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. 4 സോണുകളായി നടക്കുന്ന പരിപാടിയുടെ ഉത്തരമേഖല ജാഥ കോഴിക്കോട് നിന്ന് ഇന്നലെയാണ് പര്യടനം ആരംഭിച്ചത്. ഇന്ന് വയനാട് ജില്ലയിലെ പര്യടനത്തിന് ശേഷമാണ് കണ്ണൂരിലേക്ക് പ്രവേശിച്ചത്. ജില്ലയിലെ ആദ്യ പരിപാടി ഇരിട്ടി പഴയ ബസ് സ്റ്റാൻഡ്
പരിസരത്ത് വച്ച് നടന്നു. സ്വീകരണ പരിപാടി മുനിസിപ്പൽ ചെയർമാൻ വി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ മനോഹരൻ കൈതപ്രം അധ്യക്ഷത വഹിച്ചു. ബി ജോസഫ്, നിഷാജ് MN, ശ്രീലകുമാരി, ജയകൃഷ്ണൻ K, ബിജിത്ത് ബാലൻ എന്നിവർ സംസാരിച്ചു. ജാഥ ലീഡർ TP സൂരജ് സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. പാനൂരിൽ മുനിസിപ്പൽ കൗൺസിലർ ബൈജു പാനൂർ ഉദ്ഘാടനം ചെയ്തു. ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വിജേഷ് MP അധ്യക്ഷത വഹിച്ചു. KC വിജേഷ്, രതീഷ്, സലീം MP, KT ലിബീഷ് എന്നിവർ സംസാരിച്ചു. നാളെ രാവിലെ 9:30 കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ്, 11 മണിക്ക് പയ്യന്നൂർ, പെരുമ്പ എന്നിവിടങ്ങളെ സ്വീകരണ ശേഷം കാസർഗോഡ് ജില്ലയിലേക്ക് പ്രവേശിക്കും. കണ്ണൂരിൽ നടക്കുന്ന സ്വീകരണ പരിപാടി DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജും പയ്യന്നൂരിൽ TI മധുസൂദൻ MLAയും ഉദ്ഘാടനം ചെയ്യും. കല്യാശ്ശേരിയിൽ 3 തദ്ദേശ റോഡുകൾ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കല്യാശ്ശേരി പഞ്ചായത്തിൽ നിർമ്മിച്ച 3 റോഡുകൾ വിജയൻ MLA ഉദ്ഘാടനം ചെയ്തു. 20 ലക്ഷം രൂപ വീതം ചെലവിൽ നിർമ്മിച്ച ആംസക് കോളേജ് റോഡ്, പഴയ രജിസ്റ്റർ ഓഫീസ് PHC റോഡ്, ഇരണാവ് ഭഗത് സിംഗ് റോഡ് എന്നിവയാണ് ഉദ്ഘാടനം ചെയ്തത്. ഇരണാവ് ഭഗത് സിംഗ് റോഡ്, പഴയ രജിസ്റ്റർ ഓഫീസ് PHC റോഡ് എന്നിവയുടെ ഉദ്ഘാടനത്തിൽ കല്യാശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C പ്രദീപൻ അധ്യക്ഷനായി. ആംസക് കോളേജ് റോഡ് ഉദ്ഘാടനത്തിൽ മുൻ പഞ്ചായത്ത് അംഗം E മോഹനൻ അധ്യക്ഷനായി. അസിസ്റ്റന്റ് എഞ്ചിനീയർ ജാക്സൺ ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിവിധ സ്ഥലങ്ങളിലായി നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K സുധാകരൻ, പഞ്ചായത്ത് അംഗങ്ങളായ JC വിജയൻ, PT ജലജ, KV മിനി, K ബാലകൃഷ്ണൻ, PK മൊയ്തീൻകുട്ടി, T ചന്ദ്രൻ, സംഘാടക സമിതി ചെയർമാൻ M ബാലകൃഷ്ണൻ, മുൻ പഞ്ചായത്ത് അംഗം PV സുമ എന്നിവർ പങ്കെടുത്തു. കണ്ണൂർ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളെ ബന്ധപ്പെടുത്തി KSRTC ബസ് ആരംഭിക്കുന്നു. കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലാണ് KSRTC ബസ് എത്തുന്നത്. ബസ്സിൻ്റെ സർവീസ് ആരംഭിക്കുന്നത് മാർച്ച് 7 വൈകുന്നേരം 4 മണിക്ക് കണ്ണൂർ KSRTC ഡിപ്പോയിൽ നിന്നും. രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി ഫ്ലാഗ് ഓഫ് ചെയ്യും. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ആരംഭിച്ച് എളയാവൂർ, അമ്പലം, തോട്ടട, കുറുവ, സിറ്റി, കക്കാട്, പള്ളിപ്പുറം പ്രദേശങ്ങളെ ബന്ധപ്പെടുത്തിയാണ് ബസ് സർവീസ് ആരംഭിക്കുന്നത്. ഇത് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഏറെ തന്നെ ആശ്വാസകരമാകുന്ന നടപടിയാണ്. രാമേന്ദ്രൻ കടന്നപ്പള്ളി MLAയുടെ നേതൃത്വത്തിലാണ് ഈ പദ്ധതിക്ക് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കണ്ണപുരം പഞ്ചായത്തിലെ 3 തദ്ദേശ റോഡുകൾ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച 3 റോഡുകൾ വിജയൻ MLA ഉദ്ഘാടനം ചെയ്തു. കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് KV രാധാകൃഷ്ണൻ അധ്യക്ഷനായി. 20 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച മൊട്ടമ്മൽ ചെമ്മരവയൽ കൂളിച്ചാൽ റോഡ്, 18 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച തൂണ്ട ശിശുമന്ദിരം പുഞ്ചവയൽ റോഡ്, 19 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ചെറുകുന്ന് ബോയ്സ് സ്കൂൾ കർഷക വായനശാല റോഡ് എന്നിവയാണ് ഉദ്ഘാടനം ചെയ്തത്.